അങ്ങനെ നമുക്കുള്ള റൂം കിട്ടിയതിന് ശേഷം നമ്മൾ കാറിൽ നിന്ന് ഇതേ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇത് എവിടെ കൊടുന്ന് ഒതുക്കി വെക്കേണ്ടി കേട്ടോ. അങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ഇരുത്താണ് കേട്ടോ എല്ലാവരും. ഇത് ഉണ്ണി വരികയായി. പിന്നെ ആരോട് ഡോക്ടർ നന്നായി നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ചു ഇതേ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടത്തുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോയിട്ട് അത് വീണ്ടും എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചയായപ്പോഴത്തേ ചോറ് കൊടുക്കുക കേട്ടോ അവൾക്ക്. ഇതിൻ്റെ ഇടയിൽ ഓരോ ചെക്കപ്പ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ ഉച്ചയായത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ വേഗം ചോറൊക്കെ ഉണ്ട്. എല്ലാവരും ഇട്ടോ ഞങ്ങളും ഇരുന്നു. എല്ലാവരും ഇത് ഓരോ പ്ലേറ്റിൽ രണ്ടുപേരൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കുക കേട്ടോ. അങ്ങനെ തേജുവിന് ഇതേ ചോറ് വാരി എടുത്തിട്ട് എരിയുണ്ട് പറഞ്ഞിട്ട് മുകളിൽ കയറി നിൽക്കുന്നതായിട്ട് കാണുന്നത്. പിന്നെ ഉച്ച കഴിയാറായപ്പോഴത്തേ നമ്മുടെ രാധുവേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാധുവേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ചേച്ചി ഇവിടെ അടുത്ത് തന്നെയായിട്ട് വർക്ക് ചെയ്യണതും. പിന്നെ ഇതേ വീണ്ടും ചെക്കപ്പിന് ഇതേ നമ്മുടെ നഴ്സുമാരും കാര്യങ്ങളൊക്കെ വന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇവളോട് ഇതേ നടക്കാൻ പറഞ്ഞോട്ടോ. നന്നായി നടക്കാൻ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇരിക്കണ്ട, നന്നായി നടന്നോളൂ എന്ന് ചേട്ടാ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് നേരം അമ്മ പിടിച്ച് നടത്തി. പിന്നെ അതേ ആദർശ് ഞങ്ങളും കൂടിയിട്ട് കുറച്ച് നടന്ന് ഒരു അരിക്കലേക്ക് വന്നു കേട്ടോ. കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഒരു മാവ് കണ്ടപ്പോൾ അവിടെ വന്നിട്ട് ഇതേ സുഖമായി കാറ്റ് കൊണ്ടിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ അവൾക്ക് ഇരിക്കാനൊരു ആഗ്രഹം. അങ്ങനെ അവൾ ആ ഒരു സോഫയുടെ അവിടെ ഇരുന്നു. പിന്നെ അവൾക്ക് പകരം ഞാൻ നടക്കണ പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ട ഈ ഇരുത്തം തന്നെയായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇടയിൽ അവൾക്ക് ചെറുതായിട്ടൊരു ബ്ലീഡിങ് പോലെ കണ്ടപ്പോൾ അവളെന്നെ ലേബർ റൂമിൽ കയറ്റിയിട്ട്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊന്ന് ചെക്കപ്പൊക്കെ ചെയ്തിട്ട് അവളെന്നെ പുറത്തേക്ക് തന്നെ ആക്കിയിട്ട് അത് ഒരു ട്യൂബ് വെച്ചതിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേജുവിന് ഇതേ വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവന് കൊണ്ടുപോയി. അവനിതേ ഞാൻ ജ്യൂസും പിന്നെ ചിക്കൻ റോളും മതി എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി. പിന്നെ ആർക്ക് ഇതൊരു ചായയും പിന്നെ കുറച്ച് ബെന്നും പിന്നെ ഉഴുന്നുവട കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് അതും കൂടി വാങ്ങിയിട്ട് വൈകുന്നേരത്ത് എന്തെങ്കിലും ചായ കുടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടാണ് ഞാനും തേജും പോകണത് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇതേ എല്ലാവരും ഇവിടെ അവളെന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവളെന്നെ നോക്കിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അമ്മയാണെങ്കിൽ പേടിച്ചിട്ട് ഓരോ മുക്കിൽ പോയിട്ട് നല്ല പ്രാർത്ഥന കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾക്കുള്ള മരുന്നൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആദർശം അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൊടുത്തതിന് ശേഷം അവളെ പുറത്തേക്ക് ഇറക്കി കേട്ടോ. അപ്പോൾ അവൾ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ കാണൂല. അതുകൊണ്ടാണ് അവൾക്ക് മെയിനായിട്ട് ഇത്ര ടെൻഷൻ. പിന്നെ നമ്മളിത് എല്ലാവരും അവിടെ കയറിയിരുന്ന് പിന്നെ ഇവർക്ക് അമ്മ വേഗം ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ കെറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അമ്മ അതേ അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിഷ്ണുവേട്ടനും മഞ്ജുവിനും പിന്നെ ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഈ കപ്പലാണ്ടി മിഠായി എള്ളുണ്ട മിഠായി ഇല്ലേ, അത് കിട്ടിയപ്പോൾ ഞാനത് കഴിക്കട്ടെ ചെയ്ത്. ഇവരെല്ലാവരും ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇവളോട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ വിനീതേട്ടനും നിഷിയും ഉണ്ണിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇരുന്നിട്ട് ഇത് വർത്താനം പറയുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആവാറായപ്പോൾ വിൻഷേട്ടനും അച്ഛനും കൂടിയിട്ട് വരുന്നുണ്ട്. വിൻഷേട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോന്നു. അച്ഛനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരെ നോക്കിയിട്ടാണ് ഞാനും തേജു ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും അവർ വരണത്. അപ്പോൾ അതുകൊണ്ട് ആ വരേണ്ടതായിട്ട് അവർ രണ്ടുപേര്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കമന്റ് കണ്ടുട്ടോ. അപ്പോൾ അത്രയും സന്തോഷം. നമുക്ക് ഇതുവരെ നേരിട്ട് കാണാത്തവർ തന്നെ ഒരുപാട് പേര് നമുക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ എന്തായാലും എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി കേട്ടോ.